ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ 2 മാസം മുന്നേ ആയിട്ടോ നമ്മൾ പുതിയ ഫ്ലാറ്റ് എടുത്തത്. അപ്പോൾ ഫ്ലാറ്റ് എടുത്തതിന് ശേഷം കുറേ സമയം എടുത്തിട്ടാണ് നമ്മളിതൊന്ന് ഓർഗനൈസ് ചെയ്ത് എല്ലാം ചെയ്തെടുത്തത്. കാരണം ആ സമയത്ത് തന്നെ നമ്മൾ അവിടെയും വീട് മാറേണ്ടി വന്നു. ഇവിടുത്തെ ഷിഫ്റ്റിങ്ങും അവിടുത്തെ ഷിഫ്റ്റിങ്ങും എൻ്റെ വർക്കും എല്ലാം ആയിട്ട് ആകെ തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് മുതൽ കിട്ടിയ സമയത്തൊക്കെ ഇരുന്നിട്ടാണ് കേട്ടോ ഞാൻ ഓരോന്ന് റെഡിയാക്കി എടുത്തത്. അപ്പോൾ കുറേ ഞാൻ വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് ഇടാൻ പറ്റിയത്. അപ്പോൾ ഞങ്ങൾ 3 ആളും ആദ്യമേ തന്നെ ഫ്ലാറ്റ് എടുത്തതിന് ശേഷം 2-3 ദിവസത്തിൽ വന്ന് തന്നെ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ജസ്റ്റ് എല്ലാം അടിച്ച് വാരി തൂത്തൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാവരും കൂടെ ചേർന്നിട്ട് പിന്നെ ഡീപ്പ് ക്ലീനിങ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഫസ്റ്റത്തെ പരിപാടി ഇവിടെ എല്ലാം അടിച്ച് വാരി തുടച്ച് വൃത്തിയാക്കാന്നുള്ളതായിരുന്നു. ഞങ്ങൾ പിന്നെ എന്ന് വന്നാലും ഇവിടെ റീലെടുക്കാമെന്ന് കേട്ടതും കൂറക്കോലത്തിലായിരുന്നു. ഞാൻ പിന്നെ പോയി ഡ്രസ്സൊക്കെ മാറി ഒരുങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ശ്രീ എന്ന് വന്നാലും ഓരോ കണ്ടന്റും തപ്പിപ്പിടിച്ചുകൊണ്ട് വരും. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞങ്ങൾ പിന്നെ ആയുധങ്ങളൊക്കെ വെച്ച് വെറുതെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അതിന് ശേഷം പോയിട്ട് ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് റീലെടുക്കാമെന്ന് ഓർത്തു. അല്ലാന്നുണ്ടെങ്കിൽ ഇന്ന് ക്ലീനിങ്ങും പരിപാടി ഒന്നും നടക്കില്ല. 3 പേരും കൂടെയുള്ള റീലെടുപ്പ് ആയതുകൊണ്ട് തന്നെ ആരെങ്കിലും എല്ലാ സ്റ്റെപ്പും തെറ്റിച്ചുകൊണ്ടേയിരിക്കും. ഒരാൾ ശരിയാക്കുമ്പം അടുത്ത ആൾ തെറ്റിക്കും, അടുത്ത ആൾ ശരിയാക്കുമ്പം അടുത്ത ആൾ തെറ്റിക്കും. അങ്ങനെ കുറേ സമയം അങ്ങ് പോകട്ടും. എന്നാൽ പിന്നെ കുറച്ച് വൃത്തിയാക്കലെങ്കിലും നടക്കട്ടെ എന്ന് വിചാരിച്ചു. ക്ലീൻ ആക്കാൻ വന്നിട്ടുള്ള എൻ്റെ 3ാമത്തെ ഡ്രസ്സാണ് കേട്ടോ. മറ്റേ ഡ്രസ്സ് ഇട്ടപ്പോൾ പിന്നെ അതിൽ ചെളിയായി കഴിഞ്ഞാൽ പെട്ടെന്ന് അറിയും. എൻ്റെ നല്ല ടോപ്പാണ്, അതുകൊണ്ട് ഞാൻ ഊരിയിട്ടിട്ട് ഈ ഒരു ഡാർക്ക് കളർ ടോപ്പ് അങ്ങ് എടുത്തിട്ടു. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞങ്ങൾ ജനലിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം രോഹു ആണെങ്കിൽ എല്ലായിടത്തെയും ശുക്രിയും കാര്യങ്ങളൊക്കെ തൂക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാനും ശ്രീയും പിന്നെ ജനലൊക്കെ തുടയ്ക്കുന്നുണ്ട് കേട്ടോ. 3 പേരും കൂടി ആയതുകൊണ്ട് തന്നെ പിന്നെ കുറേ കോമഡി അടിച്ചും ചളി അടിച്ചും എങ്ങനെയൊക്കെയോ സമയം പോകുന്ന അറിയുന്നേ ഇല്ല. അപ്പോൾ ചെറിയ ചുക്രിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ അതെല്ലാം തൂത്ത് വൃത്തിയാക്കുന്നുണ്ട്. കുറച്ച് നേരം ജനൽ തൂത്ത് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ മടുത്തു കിട്ടു. പിന്നെ ഞാൻ വന്നിട്ട് എന്നായി സിങ്കും കണ്ണാടിയും ആ ഒരു ഭാഗമൊക്കെ വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. എനിക്കിങ്ങനെ ജനൽ തുടങ്ങുന്ന പണ്ടേ ഇഷ്ടമല്ല, അതുകൊണ്ട് പിന്നെ ഞാൻ ഈ പണി അങ്ങ് ഏറ്റെടുത്തു. അപ്പം വന്നിട്ട് ആ ഒരു കണ്ണാടിയൊക്കെ നന്നായിട്ട് തേച്ചൊരച്ച് കഴുകാനുണ്ടായിരുന്നു. അത്യാവശ്യം അഴുക്കും കാര്യങ്ങളുണ്ടായിരുന്നു. എനിക്ക് ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പരിപാടിയൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് പിന്നെ ഞാൻ ആ പണിയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് കുറച്ച് നാളായിട്ട് കഴുകാതെ ഇരുന്നാൽ തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെതായ അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴുകി വന്നപ്പോൾ തന്നെ നന്നായിട്ട് വെളുത്ത് വരുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പിന്നെ ആ കണ്ണാടി കുറച്ച് ഹൈറ്റിലാണ് ഇരിക്കുന്നത്. കുറച്ചെന്നാലും കാണാം, എങ്കിലും എന്നെക്കാൾ ഹൈറ്റിലുള്ളത് മേളിൽ ഇരിക്കുന്നത്. അങ്ങനെ കണ്ണാടി കഴുക്കും കഴിഞ്ഞ് പിന്നെ ഞാൻ ആ ഒരു സിങ്ങിൻ്റെ ഭാഗമൊക്കെ വൃത്തിയാക്കുന്നുണ്ട്. അപ്പോൾ സിങ്ക് ആദ്യം ഉരച്ച് തേച്ച് കഴുകിയിട്ട് പിന്നെ ആ തുണി വെച്ച് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴും അവിടെ ജനൽ വൃത്തിയാക്കൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ പോയിട്ട് കണ്ണാടി തുടയ്ക്കാനും ജനൽ തുടയ്ക്കാനും ഒക്കെ കൂടിയിട്ട് അത് കഴിഞ്ഞ് പോയിട്ട് ഞങ്ങൾ വാതിൽ തുടയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ വാതിലിലും കുറച്ച് അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ വാതിലും ഒന്ന് തുടച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അഴുക്കില്ലാത്ത സ്ഥലമാണെങ്കിലും അങ്ങനെ കാണുമ്പോൾ അഴുക്കില്ലെങ്കിലും ഞങ്ങൾ എല്ലായിടവും തുടയ്ക്കുന്നുണ്ടായിരുന്നു. മൊത്തത്തിൽ നന്നായിട്ട് അങ്ങ് ഡീപ്പ് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫാനിൻ്റെ മുകളിലൊക്കെ അഴുക്കുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് പിന്നെ അവിടെ വരെ ഒന്നും എത്തത്തേ ഇല്ല. അപ്പോൾ രോഗം അതിന് മണ്ടയിലൊക്കെ കസേരയുടെ മണ്ടയിലൊക്കെ കയറി നിന്നിട്ട് ഫാനിലെ അഴുക്കൊക്കെ തുടച്ച് വൃത്തിയാക്കുന്നുണ്ട്. ഞങ്ങൾ 2 സമയം കൊണ്ടിരുന്ന് ഒന്നിച്ചിരുന്നൊരു വാതിൽ തുടക്കുകയായിരുന്നു. ഞങ്ങൾ 2ഉം കൂടെ ഇരുന്ന് എന്തിനാണോ വാതിൽ തുടക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങളിങ്ങനെ ഒട്ടി നടക്കുമായിരുന്നു. ഞാനും ശ്രീയും ഒരുമിച്ചായിരുന്നു പണിയെടുക്കൽ. നെക്സ്റ്റ് പരിപാടി ഞങ്ങളുടെ റൂമിൻ്റെ വാതിൽ തുടയ്ക്കുക എന്നുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ നോക്കിയപ്പോഴത്തേനും നല്ല അഴുക്കുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് സോപ്പൊക്കെ വെച്ചതൊന്ന് ഉരച്ച് തേച്ചിങ്ങനെ എടുത്തിട്ട് പിന്നെ തൂത്തങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഫസ്റ്റ് അതിങ്ങനെ നന്നായിട്ട് വെള്ളം കൂട്ടി ഉരച്ച് കഴിഞ്ഞപ്പം അഴുക്കൊക്കെ ഇങ്ങനെ ഇളകി വന്നു കേട്ടോ. പിന്നെ ശ്രീ വന്നിട്ട് അത് നന്നായിട്ട് തുടച്ചെടുത്തു. അപ്പം തന്നെ കതകിൻ്റെ കളറൊക്കെ മാറി നല്ല വൃത്തിയായി. ശരിക്കും നല്ല നീറ്റായിട്ട് വരുന്നുണ്ടായിരുന്നു. എനിക്ക് ഇങ്ങനത്തെ ക്ലീനിങ് ഒക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്നൊന്നും അറിയില്ല, ആ ഒരു ക്ലീനിങ് ഒക്കെ കഴിയുമ്പോൾ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. അങ്ങനെ ആ ഒരു ഫസ്റ്റിലത്തെ കതവ് ഞങ്ങൾ നല്ല വെളുപ്പിച്ച് കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഞങ്ങൾ കിച്ചണിൻ്റെ ഡോറ് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആൾ ഫസ്റ്റ് പോയിട്ട് കിച്ചണിൻ്റെ ഡോർ അവൾ ക്ലീൻ ആക്കുന്നുണ്ട്, പുറകെ ഞാനും ചെല്ലുന്നുണ്ട്. ഒരുമിച്ച് പണിയെടുക്കുന്നതുകൊണ്ടാണെന്ന് അറിയില്ല, പെട്ടെന്ന് പരിപാടി തീർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡോർ ക്ലീനിങ് ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. പിന്നെ നമുക്ക് ആ ഒരു മേശയും കട്ടിലും അവിടെ ഒക്കെ വൃത്തിയാക്കാനുണ്ടായിരുന്നു. അപ്പോൾ രോഹിതായിരുന്നു മേശയൊക്കെ വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. അവളങ്ങനെ 2 ഫാനും വൃത്തിയാക്കിയിട്ടാണ് അതിൻ്റെ കുറേ അഴുക്കൊക്കെ താഴേക്ക് ആ ടേബിളിൽ വീണിട്ടുണ്ടായിരുന്നു. അതിരുന്ന് ഉരച്ച് തേച്ച് കഴുകുന്നുണ്ട്. അപ്പോൾ അവർ 2 ആളും മേശയും കട്ടിലൊക്കെ തുടച്ച് വൃത്തിയാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആ സമയത്ത് പോയിട്ട് സെറ്റിയും കൂടെ തുടയ്ക്കുന്നുണ്ട്. സെറ്റിയുടെ ആ കമ്പിയൊക്കെ ജസ്റ്റ് ഒന്ന് തുടച്ച്
തുടച്ചങ്ങ് സെറ്റാക്കി വെച്ചു. എൻ്റെ ബാക്കിൽ കാണുന്ന കേട്ടോ ഞങ്ങളുടെ ബെഡ്റൂം. ആ ഒരു സമയത്ത് ഞങ്ങൾ അവിടെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം ഞാനത് ഫുള്ള് മേക്ക് ഓവറൊക്കെ ചെയ്ത് ചെറുതായിട്ട്, വലിയ കാര്യമായിട്ടൊന്നുമില്ല, ഇനിയും കുറേ പണിയാനുണ്ട്, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം കേട്ടോ. അങ്ങനെ ആ ഒരു റൂം ഞങ്ങൾ അതിന് ശേഷം ഇവിടെ താമസിക്കാൻ വേണ്ടി വന്ന സമയത്ത് സെറ്റാക്കി. കാരണം വർക്ക് ഉണ്ടായിരുന്ന സമയമായതുകൊണ്ട് എന്തായാലും എനിക്കിവിടെ കിടക്കാൻ വരണമായിരുന്നു. അങ്ങനെ അതുകൊണ്ട് റൂം ഞങ്ങൾ ആദ്യമേ തന്നെ സെറ്റാക്കിയിട്ടോ. അങ്ങനെ ഞങ്ങൾ പണിയെടുത്ത് മടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പിന്നെ പോയിട്ട് ജ്യൂസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ വന്ന വഴിക്ക് ടാങ്കൊക്കെ വാങ്ങിച്ചുകൊണ്ടാട്ടോ വന്നത്. നമുക്ക് ഫുൾ ഫർണിഷ്ഡ് ഫ്ലാറ്റ് ആയതുകൊണ്ട് തന്നെ ഫ്രിഡ്ജൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഫ്രിഡ്ജിൽ തണുത്തുള്ളതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് മടുത്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ടാങ്ക് ഉണ്ടാക്കി കുടിക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് പാത്രമൊക്കെ ആയിട്ട് കേട്ടോ ഞങ്ങൾ വന്നേ. പക്ഷെ ആകെ 2 കുപ്പി ഗ്ലാസ് മാത്രമേ എടുത്തുകൊണ്ട് വന്നുള്ളൂ. പിന്നെ എനിക്ക് സ്റ്റീൽ ഗ്ലാസ് ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ സ്റ്റീൽ ഗ്ലാസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അതിന് ഞങ്ങൾ വന്ന സമയത്ത് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുള്ളൂ. പിന്നെ ഞാൻ വീട്ടിൽ പോയിട്ട് വരുന്ന സമയം കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നു. അങ്ങനെയാട്ടോ അടുക്കളയിലത്തെ സാധനമൊക്കെ കൊണ്ടുവന്നത്. ഒറ്റയടിക്ക് കൊണ്ടുവരാൻ പിന്നെ ഭയങ്കര പാടായിരുന്നു. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് ക്ലീനിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞു. അങ്ങനെ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ സാധനവും നമ്മൾ പിന്നെ തുടച്ചെടുത്തു കേട്ടോ. അതിന് ശേഷം ഫുള്ള് അടിച്ച് വാരുന്നുണ്ട്. അപ്പോൾ ചെറിയ ചുക്രിയുടെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, വേറെ അങ്ങനെ വേസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതും ഒന്ന് അടിച്ച് വാരിയിട്ട് എല്ലാം ഒന്ന് വൃത്തിയായിട്ട് തുടയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രോഗമാണ് ഇവിടെ എല്ലാം തുടയ്ക്കുന്നത്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞങ്ങൾ പിന്നെ കിച്ചൺ സെറ്റാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കിച്ചണിൽ അത്യാവശ്യം ക്ലീനിങ്ങും കാര്യങ്ങളും നമുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളെല്ലാം പോയിട്ട് ചുക്രിയൊക്കെ തൂത്ത് ആ ഒരു ഷെൽഫിൻ്റെ സ്ലാബിൻ്റെ മുകളിലുള്ള അഴുക്കും കാര്യങ്ങളും പൊടിയൊക്കെ തട്ടി വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ ഞാൻ വണ്ടി കയറി അവിടെയൊക്കെ അങ്ങ് വൃത്തിയാക്കുന്നുണ്ട്. അപ്പം ചുക്രി ഒരുപാടില്ലായിരുന്നെങ്കിൽ ഷെൽഫിൻ്റെ മുകളിലൊക്കെ കുറച്ച് പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ അതും വൃത്തിയാക്കുന്നുണ്ട്. പിന്നെ മൊത്തത്തിൽ എല്ലാം ഒന്നങ്ങ് തുടച്ചെടുത്തു. അപ്പോൾ ഇതിവിടെ തന്നെ ഉണ്ടായിരുന്ന മിനറൽ വാട്ടറിൻ്റെ ക്യാനാട്ടോ. അപ്പോൾ കുറേ നാളിങ്ങനെ യൂസ് ചെയ്യാതെ വെച്ചിരുന്നതുകൊണ്ടാണ് തോന്നുന്നു അതിൻ്റെ ഉള്ളിൽ മുഴുവൻ പായലായിരുന്നു. അപ്പോൾ ഒരാൾ അത് കഴുകാൻ വേണ്ടിയിട്ട് വെള്ളം കമത്തി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ വൃത്തിയാക്കുന്ന നേരം കൊണ്ട് രോഗു ഇവിടെ ഫുള്ള് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്യാവശ്യം അഴുക്കുണ്ടായിരുന്നതുകൊണ്ട് രോഗു പിന്നെ 2-3 തവണ അവിടെ എല്ലാം നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം മുകളിലത്തെ ആ ഒരു സ്ലാബിലുള്ള പൊടിയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് വൃത്തിയാക്കിയിട്ടു. പിന്നെ താഴെയും നമുക്കിങ്ങനെ കുഞ്ഞു കുഞ്ഞു കള്ളികൾ പോലത്തെ ഷെൽഫുണ്ട്. അത്യാവശ്യം ഷെൽഫുകൾ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് സാധനങ്ങളൊക്കെ എല്ലാം വെക്കാനായിട്ട് ഷെൽഫും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഷെൽഫിൻ്റെ അകത്തൊക്കെ കുറച്ച് പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഇതേപോലെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഷെൽഫ് ഉള്ളതുകൊണ്ട് നമുക്ക് പാത്രവും കാര്യങ്ങളും എല്ലാം അതിൻ്റെ ഉള്ളിലായിട്ട് വെക്കാൻ പറ്റും. അപ്പോൾ അതിനുള്ളിൽ കുറച്ച് ന്യൂസ് പേപ്പറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വേണം ഇനി പാത്രം വെക്കാൻ. അതിൻ്റെ അകത്തായിട്ട് കുറച്ച് പഴയ ന്യൂസ് പേപ്പറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എല്ലാം പൊടി ആയതുകൊണ്ട് ഞങ്ങൾ പിന്നെ അടിച്ച് വാരി കളയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ വന്ന സമയത്ത് ന്യൂസ് പേപ്പറൊന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി വീട്ടിൽ പോയിട്ട് വരുന്ന സമയത്ത് വേണം ന്യൂസ് പേപ്പറുമായിട്ട് വരാനായിട്ട്. ഞങ്ങൾ 3 ആളും രാവിലെ വീട്ടിൽ നിന്ന് കേട്ടോ വന്നത്. തൽക്കാലം ഒന്ന് വൃത്തിയാക്കി ഇടുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളതുകൊണ്ട് ഞങ്ങൾ അധികം സാധനമൊന്നും എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇൻഡക്ഷൻ കുക്കറൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് വെള്ളം തിളപ്പിക്കാനൊന്നും വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. പിന്നെ ഗ്യാസൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന കേട്ടോ. ഗ്യാസിൻ്റെ കുറ്റി മാത്രം നമ്മൾ പിന്നെ എടുത്താൽ മതി. അപ്പോൾ ഗ്യാസും കാര്യങ്ങളും എല്ലാം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ 2 ആളും കൂടി അവിടെ എല്ലാം തുടച്ച് വാരി വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു പായൽ പിടിച്ചത് രോഗം ഇവിടെ നിന്ന് ഉരച്ച് തേച്ച് കഴുകുന്നുണ്ട്. നല്ല കണ്ണാടി ചില്ല് പോലെ അവളത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കങ്ങനെ വെള്ളം വാങ്ങേണ്ട ആവശ്യമില്ലെന്നുണ്ടെങ്കിലും എടുത്ത് വൃത്തിയാക്കി വെക്കാമെന്ന് വിചാരിച്ച് ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ യൂസ് ചെയ്യാമല്ലോ. അങ്ങനെ നമ്മൾ ഫ്ലാറ്റൊക്കെ ഓൾമോസ്റ്റ് വൃത്തിയാക്കിയിട്ടു. അപ്പോൾ 1-2 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും അമ്മ ഫ്ലാറ്റ് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മേനെ ഒരുപാട് നാളുകൾക്ക് ശേഷം ഫ്ലാറ്റിൽ വന്ന സമയത്താണ് കാണുന്നത്. അപ്പം 1 മാസമൊക്കെ ലീവിന് മാത്രമേ അമ്മ വരുള്ളൂ. അപ്പോൾ കഴിഞ്ഞ മാസത്തെ ലീവിൻ്റെ സമയത്ത് ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ മാസത്തെ ലീവിൻ്റെ സമയത്ത് ഞാൻ ഫ്ലാറ്റ് എടുത്തുകൊണ്ട് അമ്മ ഇങ്ങോട്ടേക്ക് വന്നു. നല്ല ഗ്ലാമറായിട്ടൊക്കെയാണ് വന്നിട്ടുള്ളത്. പണ്ട് ഞാനും അമ്മയും കൂടെ ഒരുമിച്ച് നടക്കുമ്പോൾ എല്ലാവരും ചോദിക്കുമായിരുന്നു അമ്മേൻ്റെ ചേച്ചിയാണോന്ന്. എനിക്കന്ന് വണ്ണമുണ്ടായിരുന്നു, അമ്മ അന്ന് ഭയങ്കര കുഞ്ഞുമായിരുന്നു. അത് കേൾക്കുമ്പം എനിക്ക് ഭയങ്കര കുശുമ്പായിരുന്നെങ്കിലും ആൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ഇപ്പോഴതിന് വലിയ കുറവൊന്നുമില്ല. അങ്ങനെ വന്നിട്ട് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ച് ഞങ്ങൾ കുറച്ച് എൻജോയ്സൊക്കെ ചെയ്തിട്ട് അമ്മ തിരിച്ചു പോയി. ഞാൻ ആ സമയത്ത് അധികം വ്ളോഗും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ശരിക്കും ഞങ്ങൾ ഫുൾ ക്ലീനിങ് ഒക്കെ ആയിട്ട് ടയേർഡായിരുന്നു. അങ്ങനെ ഞാനും ശ്രീയും കൂടെ പിന്നെ പോയിട്ട് കുറച്ച് ചകിരിച്ചോറും പാത്രങ്ങളും ഒക്കെ വാങ്ങുന്നുണ്ട് കേട്ടോ. ഞാൻ പല സമയത്തായിട്ട് എടുത്ത് വെച്ച വീഡിയോസ് ആയതുകൊണ്ടാണ് ഒരു കണ്ടിന്യൂഷൻ ഇല്ലാത്തത്. ശരിക്കും ഫ്ലാറ്റ് ഞങ്ങൾ ഒറ്റയിരിപ്പിനൊന്നും ക്ലീൻ ആക്കാനുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കറക്റ്റ് നമ്മൾ ഫ്ലാറ്റ് എടുത്ത് ഒരു 1 വീക്കൊക്കെ കഴിഞ്ഞപ്പോഴാന്ന് തോന്നുന്നു നമ്മൾ വീട് മാറിയത്. ആ ഒരു സമയത്ത് അതിൻ്റെ തിരക്കായിട്ടൊക്കെ അങ്ങ് പോയി. അങ്ങനെ ഞങ്ങൾ കടയിൽ പോയിട്ട് കുറച്ച് പാത്രങ്ങളും പിന്നെ സ്ക്രബ്ബറും അതുപോലെ തന്നെ ഗ്യാസിൻ്റെ ഫിൽറ്റർ എല്ലാം കുറേ സാധനം വാങ്ങാനുണ്ടായിരുന്നു. അപ്പം അതൊക്കെ വാങ്ങുന്നുണ്ട്.
എന്തൊക്കെയാണ് വാങ്ങേണ്ടതെന്ന് ഞങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല. ഞങ്ങൾ ഓരോ തവണ ചെല്ലുമ്പോഴും കുറേ സാധനം വാങ്ങും, എന്നാലും ഞങ്ങൾക്ക് കുറേ ഇനിയും വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ ഒരു കുഞ്ഞ് ചീനിച്ചട്ടി ഞങ്ങൾ വാങ്ങിയിട്ട് കടുകൊന്നും പൊട്ടിക്കാൻ പാത്രമില്ലാത്തതുകൊണ്ട് അതും വാങ്ങി. അങ്ങനെ ഷോപ്പിങ്ങും കഴിഞ്ഞ് താഴത്തെ കടയിൽ നിന്ന് ഒരു ഊണും വാങ്ങിച്ച് ഞങ്ങൾ ഫ്ലാറ്റിൽ വന്നിരുന്ന് കഴിക്കുക കേട്ടോ. ആ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേനും രോഹു തിരിച്ച് ബാംഗ്ലൂരിലേക്ക് പോയി. ആൾ ശരിക്കും 2 മാസത്തെ വെക്കേഷനായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആൾ തിരിച്ച് പെട്ടെന്ന് പോവേണ്ടി വന്നു വർക്കൊക്കെ ആയിട്ട്. അങ്ങനെ 1 മാസം മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയമായിട്ട് ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ ഇപ്പുറക്കിലൊന്നും കഴിഞ്ഞില്ല കേട്ടോ. എന്നിട്ട് ഞങ്ങളിന്ന് ഉച്ചയ്ക്ക് ചോറുണ്ണാൻ സമയമാകുമ്പം അവളെ ഞങ്ങളുടെ ഫുഡൊക്കെ കാണിച്ചു കൊടുത്ത് കൊതിപ്പിക്കും. പ്രത്യേകിച്ച് മീൻ പൊരിച്ചതും അച്ചാറും ചമ്മന്തിയൊക്കെ ഉള്ള സമയത്ത് അവളെ ഞങ്ങൾ കാണിക്കാൻ വേണ്ടി തന്നെ വിളിക്കും കേട്ടോ. അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് ചോറും കഴിച്ചിട്ട് ഞങ്ങളിത് ഈ ചെടി നടാൻ വേണ്ടി പോകുന്നുണ്ട്. വീട്ടിലാണെങ്കിൽ പിന്നെ മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ പിന്നെ മണ്ണൊന്നും കിട്ടാത്തത് കൊണ്ട് നമുക്ക് ചകിരിച്ചോറ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പം ഈ ഒരു ഫ്രണ്ടിലത്തെ സൈഡിലായിട്ടൊക്കെ കുറച്ച് ചെടികളൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു. എനിക്കിങ്ങനെ മൊത്തത്തിൽ റോ ആയിട്ട് കിടന്നിട്ട് ഒരു രസമില്ല കേട്ടോ, ഒരു വീടിൻ്റെ ഒരു ഫീലേ വരുന്നില്ല. പിന്നെ ചെടിയൊന്നും ഞാനങ്ങനെ ഇപ്പോൾ പൈസ കൊടുത്ത് വാങ്ങിച്ചില്ല കേട്ടോ. പിന്നെ കുറച്ച് ചെടികളൊക്കെ വാങ്ങണമെന്നുണ്ട്. ഞാൻ വീട്ടിൽ നിന്നുള്ള ചെടികൾ ഞാൻ എടുത്തുകൊണ്ട് പോകുന്നത്. ഓൾറെഡി 2 വീടുമാരിലും ഒരുമിച്ചായിരുന്നതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് പുതിയതൊന്നും വാങ്ങാൻ വേണ്ടി നിന്നില്ല. ഉള്ളത് വെച്ചിട്ട് ഇപ്പോൾ തൽക്കാലം അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് പച്ചിലകളൊക്കെ കേട്ടോ പെറുക്കിക്കൊണ്ട് പോകുന്നത്. ഇപ്പം നമ്മുടെ വീട് റബ്ബർ തോട്ടത്തിന് നടുക്കായതുകൊണ്ട് തന്നെ അങ്ങനെ അധികം ചെടിയും കാര്യങ്ങളൊന്നും അവിടെ ഉണ്ടാവത്തില്ല. ഇവിടെ വെക്കുകയാണെങ്കിൽ പിന്നെ വെയിലുള്ളത് കൊണ്ട് നന്നായിട്ട് വളർന്നോളും. അപ്പോൾ പിന്നെ ഇവിടെയും കുറച്ച് അവിടെയും കുറച്ച് ഇങ്ങനെ വെക്കാമെന്ന് വിചാരിച്ച് കുറച്ച് അങ്ങോട്ടും കുറച്ച് ഇങ്ങോട്ടും കൊണ്ടുവന്നു. ചകിരിച്ചോറ് കുതിർക്കാനായിട്ട് പാത്രം ഇല്ലാത്തതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഞങ്ങളിങ്ങനെ കുതിർത്തെടുക്കുക കേട്ടോ ചെയ്തത്. എന്നിട്ട് ഞാൻ ഓരോ ചട്ടിയിലായിട്ട് നിറയ്ക്കുന്നുണ്ട്. അപ്പോൾ വീട്ടിൽ നിന്ന് ഞാൻ കുറച്ച് ചട്ടിയൊക്കെ എടുത്തുകൊണ്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. കുറച്ച് ചട്ടി പിന്നെ വീട്ടിലെ ചെടിയോടുകൂടി തന്നെ പൊക്കിക്കൊണ്ട് വന്നു കിട്ടു. ഈ 3 നില ആ ചെടിച്ചട്ടി എങ്ങനെ കയറ്റിക്കൊണ്ട് വന്നത് എനിക്കറിയില്ല. ഈ ചെടിയോടുള്ള പ്രാന്ത് കാരണം എന്ത് കഷ്ടപ്പാട് ഞാൻ സഹിക്കും. അതുകൊണ്ട് ഇത്രയും ഞാൻ താഴെ നിന്ന് ഇവിടെ വരെ ചുമന്നുകൊണ്ട് വന്ന കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഉള്ള ചെടിയൊക്കെ ആ ഒരു കോർണറിലായിട്ട് അടുക്കി വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറിച്ചുകൊണ്ട് കുറച്ച് ചെടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചെടിയൊക്കെ ഞങ്ങൾ ചെടിച്ചട്ടിക്കകത്തായിട്ട് നട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അത്ര രസമുള്ള ചെടികളൊന്നും അല്ല, എല്ലാം തന്നെ കുറച്ച് പച്ചില ചെടികളും അതുപോലെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസുകളാണ് എടുത്തുകൊണ്ട് വന്നേക്കുന്നത്. അപ്പോൾ ഇതിനൊന്ന് ആയി വന്നാൽ മാത്രമേ രസം ഉണ്ടാവുള്ളൂ. അപ്പം കിട്ടിയ ചെടിയൊക്കെ അങ്ങ് പറിച്ചുകൊണ്ട് പോകുന്നതല്ലാതെ പ്രത്യേകിച്ച് അങ്ങനെ വലിയ ഐഡിയയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ വീട്ടിൽ പോകുന്ന സമയത്ത് വേണം ഇവിടെ വെച്ചാൽ ഭംഗി ഉണ്ടാവുന്ന കുറച്ച് ചെടികൾ നോക്കി പറിച്ചുകൊണ്ട് വരാൻ. അപ്പോൾ പപ്പ അവിടെ എല്ലാം കൊണ്ട് നട്ട് വെച്ചിട്ടുണ്ട് കിട്ടും. അപ്പോൾ അതൊന്ന് പിടിച്ച് സെറ്റായിട്ട് വേണം എല്ലാം പറിച്ചുകൊണ്ട് വരാൻ. അപ്പോൾ ആ ചെടിക്കകത്തൊക്കെ കുറച്ച് പുല്ല് നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ ആ പുല്ലൊക്കെ ഞാൻ പറിച്ച് വൃത്തിയാക്കുന്നുണ്ട്. അത് വീട്ടിൽ നിന്ന് അതേപോലെ പൊക്കിക്കൊണ്ട് വന്നതുകൊണ്ടല്ലോ പുല്ലൊന്നും പറിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ചകിരിച്ചോറ് തന്നെ ഞാൻ എല്ലാം നട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കുറച്ച് വാടാമുല്ലയാണ്. പൂ പൂക്കുന്ന ചെടിയൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ. ബാക്കി എല്ലാ ഇലച്ചെടിയാണ്. എനിക്ക് കുറച്ച് കല്യാണ സൗഗന്ധികവും കുറച്ച് എന്തെങ്കിലുമൊക്കെ പൂ പൂക്കുന്ന ചെടി കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്നുണ്ട്. അപ്പോൾ ഇനി എപ്പോഴെങ്കിലുമൊക്കെ കടയിൽ പോകുമ്പോൾ നോക്കണം പൂക്കുന്ന ചെടി കിട്ടുമെന്ന്. കുറേ ഇലച്ചെടി മാത്രമാകുമ്പം അത്ര രസം ഉണ്ടാവില്ലല്ലോ. ഇവിടെ ആകുമ്പോൾ വെയിലുള്ളതുകൊണ്ട് എന്തായാലും പൂക്കുന്ന ചെടി ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി എന്തൊക്കെയോ ഒരു ഓർഡറിൽ എടുക്കുന്നുണ്ട് കിട്ടും. ചട്ടികൾക്കാണെങ്കിലും പല പല ഷേപ്പും സൈസും ഒക്കെ ആയതുകൊണ്ട് വെക്കുമ്പോൾ അത്ര രസം ഉണ്ടായിരുന്നില്ല. കുറച്ച് ചട്ടിയൊക്കെ ഞങ്ങൾ പിന്നെ പുറത്ത് ചെളിയൊക്കെ കഴുകി. അപ്പോൾ അവിടെ നിലത്ത് മണ്ണിലൊക്കെ വെച്ചിരുന്നത് കൊണ്ട് ചട്ടിക്കൊക്കെ ചെറിയ അഴുക്കുണ്ടായിരുന്നു. അപ്പോൾ ചിലത് പിന്നെ കഴുകാൻ പറ്റിയില്ല കേട്ടോ. ഓൾറെഡി മണ്ണുള്ളത് കൊണ്ട് അതിനെ അങ്ങനെ തലയും കുത്തിച്ച് കഴുകാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് അതങ്ങനെ തന്നെ വെച്ചു. ഇനിയിപ്പം മഴ നനഞ്ഞ് പതുക്കെ അതിൽ ചെളിയൊക്കെ പൊക്കോളും. അപ്പോൾ ഈ ഒരു സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് മഴ കൊള്ളു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ 2 സൈഡിലും ഇങ്ങനെ ചെടി അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ രാത്രി ആ ഒരു ജനലിൻ്റെ അവിടെ വന്ന് ഇരിക്കുന്ന കാരണം ഞാൻ ആ സൈഡിലെ ചെടി പിന്നെ എടുത്ത് മാറ്റി. അങ്ങനെ ചെടിയൊക്കെ നട്ടിട്ട് ആ ഒരു തിണ്ണയും കൂടെ തുടച്ച് ഒന്ന് അടിച്ച് വാരി വൃത്തിയാക്കി ഇടുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ചെടി വെക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇതിപ്പോൾ ഒരു ഒന്ന് എന്തെങ്കിലുമൊക്കെ ആക്കാലോ എന്ന് വിചാരിച്ച് മാത്രം വെച്ചതാണ്. ഇനിയും കുറേ കലാപരിപാടി ചെയ്യാനുണ്ട് കേട്ടോ. പണ്ടത്തെ പോലെ എന്തെങ്കിലുമൊക്കെ വീണ്ടും ക്രാഫ്റ്റൊക്കെ ചെയ്യണമെന്ന് എനിക്ക് കുറേ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു. എന്നാൽ പിന്നെ എന്തെങ്കിലും ഒരു ഇൻഡോർ പോട്ട് പ്ലാന്റ് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഇൻഡോർ പ്ലാന്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നൊരു പാട്ട കേട്ടോ. അവിടെ വെറുതെ പറമ്പിൽ കിടക്കുമായിരുന്നു. എന്തോ നൂഡിൽസിൻ്റെ എന്തോ പാത്രമാണെന്ന് തോന്നും. അതിനെ ഞാൻ പിന്നെ കഴുകി വൃത്തിയാക്കി ഒരു പ്ലാസ്റ്റിക്കൊക്കെ കളഞ്ഞിട്ട് പെയിൻ്റ് അടിച്ചൊരു വർക്ക് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. കുറച്ച് നാളും കൊണ്ട് തിരക്കായതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കുറേ നാൾ കൂടി ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനും ഹാപ്പിനെസ്സും ഒക്കെ ആയിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ കയ്യിൽ സ്പോഞ്ചും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. മേക്കപ്പ് ചെയ്യുന്നൊരു പഴയ ബ്രഷ് എടുത്തിട്ടാണ് ഞാൻ പെയിൻ്റ് അടിച്ചത്. അപ്പോൾ അതിൻ്റെതായ ചെറിയ ഫിനിഷിങ് കുറവുണ്ട്. ആ ഒരു ബ്രഷിൻ്റെ പാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ പോലും അത് ചെയ്തു വന്നപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പാത്രവും പിന്നെ അതുപോലെ ഒരു കുപ്പി ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ഞാൻ തിരുപ്പൂർ പോയ സമയത്ത് ഞങ്ങൾ അവിടെ നിന്ന്
ഷേക്ക് കുടിച്ചതാണ്. അപ്പോൾ ആ ഒരു ചില്ലുകുപ്പി കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ അവിടെ നിന്ന് പെറുക്കിക്കൊണ്ട് വന്നതാണ്. അപ്പോൾ അതിനകത്ത് ഫ്ലവർ വെക്കാമെന്ന് വിചാരിച്ചിട്ട് അതിലൊരു ലൈറ്റ് പിങ്ക് കളറും കൊടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ടിലും ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഓരോ ഡിസൈൻ കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമേ തന്നെ ഫുൾ പെയിൻറ്റ് അടിച്ച് വെച്ചിട്ട് ഉണങ്ങാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പോൾ അത് ഉണക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഡ്രയർ വെച്ചിട്ട് ഞാൻ അതൊന്ന് ഉണക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു ഡ്രയറിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് സൈഡിലായിട്ട് വ്യൂ പ്രൊഡക്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ച പ്രൊഡക്ട്സ് ഒക്കെ നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് അതിൽ കയറി തന്നെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു ഡ്രയറാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കുറേ നാളുകളായിട്ട്. അത്യാവശ്യം അഫോർഡബിളും ആണ്, എന്നാൽ ക്വാളിറ്റി ഉള്ള ഡ്രയറാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് പോട്ടിനകത്ത് ഞാൻ ഈ ഒരു ഡേസി ഡിസൈനാണ് കേട്ടോ കൊടുത്തത്. ഇത് ഭയങ്കര എളുപ്പമാണ് കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതേപോലെ ഈ ഒരു ബ്രഷ് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. ഞാൻ പിന്നെ ഈ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ട് ബ്രഷൊക്കെ വാങ്ങിച്ചിട്ട് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് കയറി. ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ. ബ്രഷ് വെച്ച് ഇതുപോലെ പെറ്റൽസ് കൊടുത്തിട്ട് നടുക്കായിട്ട് യെല്ലോ കളറിട്ട് ഡോട്ട് കൂടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വർക്ക് എളുപ്പത്തിൽ കംപ്ലീറ്റ് ആയി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെയിൻറ്റ് ഉണങ്ങാനുള്ളൊരു സമയം അല്ലെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യാനായിട്ട് ഒരു അരമണിക്കൂർ പോലും വേണ്ട. ഈ ഒരു കുപ്പിക്കകത്ത് ഞാൻ ഇതേപോലെ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു വർക്കാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു മാർക്കർ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാട്ടോ ഞാൻ പിന്നെ വരച്ചു കൊടുത്തത്. ഒരു കണ്ണും വരച്ച് ഒരു വായും വരച്ചിട്ട് പിന്നെ കവിളിൽ 2 ബ്ലഷും കൂടി വെച്ചെടുത്തു. അങ്ങനെ ഈ ഒരു ക്യൂട്ടായിട്ടുള്ള ഡിസൈനാണ് ചെയ്തത്. ഇതത്ര ശരിയാവുമോ എന്നുള്ളൊരു ഡൗട്ട് എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ചെയ്തു വന്നപ്പോൾ അത് കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ച 2 ക്രാഫ്റ്റും സക്സസ്ഫുള്ളി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. അങ്ങനെ പക്ക ഞാൻ വിചാരിച്ച പോലെ 100% പെർഫെക്റ്റ് ആയെങ്കിലും കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് മതിയല്ലോ നമ്മുടെ വീട്ടിൽ വെക്കുന്ന സാധനത്തിന്. അങ്ങനെ എന്താ പറയുക, പക്ക ഫിനിഷിങ് ഇല്ലെങ്കിൽ പോലും നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആണല്ലോ. അങ്ങനെ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതിൽ ഞാൻ ഫസ്റ്റ് പോട്ടിൽ ഈ ഒരു ചെടിയാട്ടോ വെച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഈ ഒരു ഊട്ടിപ്പൂ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എനിക്ക് ഊട്ടി പോയപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്ന കേട്ടോ. അപ്പോൾ അവൻ പോയ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഊട്ടിപ്പൂ വേണമെന്ന്. അപ്പോൾ അങ്ങനെ അവൻ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ കുറേ നാൾ എൻ്റെ കയ്യിലിരിക്കുന്നു, ഇതുവരെ വാടിയിട്ടേ ഇല്ല കേട്ടോ. അപ്പോൾ അത് ഞാൻ അതിനകത്ത് ഇട്ട് വെച്ച്. അപ്പോൾ അതിലിട്ട് വെച്ചപ്പോഴാണ് രസം ഉണ്ടായിരുന്നത്. നേരത്തെ ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ട് അത്ര രസമില്ലായിരുന്നു. പിന്നെ ഈ ഒരു പ്ലാൻ പോട്ട് ഞാൻ ഈ ഒരു ടേബിളിലായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഇൻവെർട്ടറിൻ്റെ ആ ഭാഗത്ത് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ ആയിട്ട് ഞാൻ ഇതും കൂടി അങ്ങ് വെച്ചെടുത്ത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇനിയും കുറേ ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പ്ലാൻ ഉണ്ട് കേട്ടോ. അപ്പോൾ പതുക്കെ എന്തായാലും കുറച്ചായിട്ട് ചെയ്തു തുടങ്ങണം. അപ്പോഴേ ആ ഒരു ഹാളൊക്കെ കാണാനായിട്ട് രസം ഉണ്ടാവുള്ളൂ. അങ്ങനെ ഇതാണ് കേട്ടോ നമ്മുടെ പുറം വശം. ശരിക്കും അവിടെ നിന്നിട്ട് വീഡിയോ അങ്ങനെ ഒത്തിരി ഫ്രണ്ടിൽ നിന്ന് എടുക്കാൻ പറ്റുന്നില്ല. നമ്മുടെ മുറ്റം പോലെ അല്ലാത്തതുകൊണ്ട് ആകെ കുറച്ച് സ്പേസേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സ്പേസിൽ നിന്നിട്ട് എടുത്താട്ടോ. അപ്പോൾ ആ ഒരു വാതിലിന് 2 സൈഡിലായിട്ടും ഈ ഒരു ചെടി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ പഴയ വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അങ്ങനെ തന്നെ വെച്ചു. പിന്നെ 2 സൈഡിലായിട്ടായിരുന്നു ഞാൻ ആദ്യം ചെടി വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാൻ ആ ഭിത്തിയുടെ അവിടെ വന്നിട്ട് രാത്രി എപ്പോഴും ഇരിക്കും, കാറ്റൊക്കെ കൊള്ളാനായിട്ട് ഇരിക്കുന്നതുകൊണ്ട് ഞാനിത് ഈ ഒരു സൈഡിലേക്ക് മാത്രം ആക്കി. അപ്പോൾ ചെടിയൊക്കെ അത്യാവശ്യം ഉണ്ടായി വരാനും പിടിക്കാനും ഒക്കെ തുടങ്ങിയിട്ട് ചിലതൊക്കെ പിടിച്ചിട്ടുണ്ട്. ഈ വാടാമുലയിൽ പൂ ഉണ്ടായി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറേ എണ്ണത്തിൽ മുളയൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പോൾ ഞാൻ എന്നും വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കും, വളമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ചെടിയൊക്കെ നന്നായി സെറ്റായി വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഫ്ലാറ്റിൻ്റെ ഫൈനലി ഓർഗനൈസ് ചെയ്തിട്ടുള്ള ആ ഒരു ലുക്കാണ് കേട്ടോ. ഒരുപാടൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും ഉള്ള സ്ഥലം ഞങ്ങൾ വൃത്തിയാക്കി നീറ്റാക്കി അടുക്കി പിറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ തന്നെയാണ് കൂടുതൽ താമസിക്കുന്നുള്ളതുകൊണ്ട് തന്നെ നിർത്തിയാലത് ഞാൻ തന്നെയായിരിക്കും. അങ്ങനെ ഞാൻ അത്യാവശ്യം നീറ്റായിട്ട് ആ ഒരു ടേബിളിൽ വെച്ചിട്ടുണ്ട്. കുറേ ക്രാഫ്റ്റിൻ്റെ സാധനങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ എൻ്റെ ഡയറി കേട്ടോ. എൻ്റെ ഡയറി ഇല്ലാതെ എനിക്ക് പറ്റില്ല, എപ്പോഴും ആ ടേബിളിൽ ഉണ്ടാവും. അങ്ങനെ കുറച്ച് സാധനങ്ങൾ ആ ഒരു ടേബിളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടേബിളിൽ ഞങ്ങളങ്ങനെ അധികം ഫുഡ് കഴിക്കാൻ വേണ്ടി യൂസ് ചെയ്യാറില്ല, ചില സമയത്ത് മാത്രമേ അങ്ങനെ യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ ഈ ഒരു സെറ്റി ഇവിടെ ഉണ്ട് കേട്ടോ. എൻ്റെ ഫേവറേറ്റ് സ്പോട്ടാണ് ഈ സെറ്റിയുടെ അവിടെ. പിന്നെ ഈ ഒരു പ്ലാന്റ് പോട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ആ ഒരു കോർണർ ഇപ്പം എൻ്റെ ഫേവറേറ്റായി. ഇനി അവിടെ കുറേ സംഭവങ്ങളൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്യണം. പിന്നെ ഇതാണ് നമ്മുടെ കിച്ചണിൽ ഞാൻ കാക്കിരി ബീക്കിരി നാട്ടോ പാത്രമൊക്കെ വെച്ചേക്കുന്നത്. കുറേ പാത്രങ്ങൾ കൊണ്ടുവന്നിട്ട് അങ്ങനെ ഡംപ് ചെയ്യുന്നല്ലാതെ എല്ലാ പാത്രങ്ങളും ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല. അത്യാവശ്യം വേണ്ടപ്പോൾ വരുന്ന സമയത്ത് കുക്ക് ചെയ്യാനുള്ള പാത്രങ്ങളും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. പിന്നെ പൊടികൾ ഇട്ട് വെക്കാനുള്ള സംഭവങ്ങളൊക്കെ രോഹു ആട്ടോ കൊണ്ടുവന്നത്. അവൾ പിന്നെ കുറച്ച് പാത്രമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 3 ആളും കുറേ സാധനങ്ങൾ വീട്ടിൽ നിന്നായിട്ടും അല്ലാതെ വാങ്ങിച്ചും അങ്ങനെ എല്ലാവരുടെയും സാധനമായിട്ടോ, ഒരാളുടെ തന്നെയല്ല എല്ലാവരുടെ സാധനം കൂടി ആയതുകൊണ്ട് സത്യത്തിൽ ഇപ്പോൾ 6 സാധനം എന്തെന്നൊന്നും അറിയില്ല, എല്ലായിടത്തും അങ്ങ് യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൺ. നമ്മൾ പിന്നെ നെക്സ്റ്റ് ബെഡ്റൂം ആട്ടോ. ബെഡ്റൂം നമ്മൾ ഏറെക്കുറെ ഈ ഒരു കോലത്തിലാക്കിയായിരുന്നു. ഇപ്പോഴും ഞാൻ എങ്ങനെയൊക്കെയോ അതങ്ങനെ
ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. പക്ഷെ ആ ഒരു മേശയുടെ അവിടെയൊക്കെ ആയിട്ട് എൻ്റെ ഫുള്ള് സാധനങ്ങൾ നിരത്തിയിട്ടേക്കും കേട്ടോ. ഞാൻ ഒരുങ്ങാൻ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കൊരു ശീലമായതുകൊണ്ട് ഞാൻ അത്ര കാര്യമാക്കാറില്ല. ഇടയ്ക്ക് ഞാൻ തന്നെ ഇടുക്കി പിറക്കി വെക്കും. പിന്നെ അവിടെ തന്നെ കേട്ടോ വാഷിംഗ് മെഷീനെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് മാറ്റാൻ പറ്റില്ല, ഇത് അതിൻ്റെ ഓസ് ഉള്ളിലോട്ടായിട്ട് ഇട്ടേക്കാം കേട്ടോ, നമുക്കതിനെ അവിടെ നിന്നെടുത്ത് മാറ്റാൻ പറ്റില്ല. ഓൾറെഡി നമുക്ക് അങ്ങനെയാണ് തന്നത്, അത് വേറെ ഇടത്തേക്ക് വെക്കാനും സ്ഥലമില്ല. പിന്നെ ഈ ഒരു റൂം എൻ്റെ മേക്കപ്പിൻ്റെ സ്റ്റുഡിയോ ആക്കാൻ വേണ്ടിയിട്ടുള്ള റൂമാട്ടോ. ഇപ്പോൾ ലൈറ്റും കാര്യങ്ങളും അതുപോലെ കണ്ണാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിന് അങ്ങനെ തന്നെ അങ്ങ് ഇട്ടേക്കുവാണ്. എൻ്റെ മേക്കപ്പ് സാധനങ്ങൾ മാത്രമേ ഞാൻ അവിടെ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു റൂമിൽ വേറെ സാധനങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ കുഞ്ഞ് ഫ്ലാറ്റിലെ വിശേഷങ്ങൾ. അപ്പോൾ 2 റൂമിലും ബാത്റൂമും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഫ്ലാറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായോ? അപ്പോൾ ഫ്ലാറ്റിലെ ഓർഗനൈസിങ് വീഡിയോസൊക്കെ ഉടനെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ഡിയേഴ്സ്.